ഫ്ലവർ ബൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് സാറ്റിൻ റിബണാണ്. സാറ്റിൻ്റെ റിബൺ വേണം. ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലൂ ഗൺ ആൻഡ് ഗ്ലൂ സ്റ്റിക്ക്, പിന്നെ റാപ്പിംഗ് ഷീറ്റൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഡിസൈൻ എടുക്കാം. പിന്നെ ഉള്ളത് ഗ്ലിറ്ററാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഈ റിബൺ ഈക്വൽ ലെങ്ത്തിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. 6 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നമ്മൾ ഈ ഒരു റിബൺ കുറച്ച് പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസിൻ്റെയും എഡ്ജ് ഇതേപോലെ മെഴുകി വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഒരുക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഓരോ പീസിൻ്റെയും എഡ്ജസ് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഒരു 20 to 25 പീസസ് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫോൾഡിങ് അല്ലാത്ത ഭാഗം ഈ ബാംബൂ സ്റ്റിക്കിലേക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഓരോ പീസ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് അതേപോലെ അറേഞ്ച് ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഗ്ലിറ്ററും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് ഈ ബണ്ടിൽസ് എല്ലാം ഈ ഓരോ ഫ്ലവേഴ്സ് നമ്മൾ ഇതേപോലെ ഓരോന്നായി സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് റാപ്പിംഗ് ഷീറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സെലോ ടാപ്പോ മറ്റു വെച്ച് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ഈ റാപ്പിംഗ് ഷീറ്റ് ചുറ്റിനും സെലോ ടാപ്പ് വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഫ്ലവേഴ്സിൻ്റെ അറ്റത്തായിട്ട് ഞാൻ ചെറിയൊരു ബീഡ്സ് കൂടെ ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.